ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു എണ്ണയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. തലയിൽ തേക്കുന്ന എണ്ണയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ. താരം പോകാനും മുടി വളരാനും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും ഒക്കെ ഉത്തമമാണ്. ഉപയോഗിച്ച് നോക്കി, ഞാൻ തനിയെ ഉണ്ടാക്കി നോക്കി, ഉപയോഗിച്ച് നോക്കി, ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫലം കണ്ടു തുടങ്ങി കേട്ടോ. ഞാനാണെങ്കിൽ ഇത് ഒരു 3 പ്രാവശ്യം ഉപയോഗിച്ചുള്ളൂ. എൻ്റെ താരനൊക്കെ പോയി, മുടി നല്ല ചെറിയ ചെറിയ മുടികൾ ഒരുപാട് വളരാൻ തുടങ്ങി കേട്ടോ. മുടിക്ക് ഉള്ളു വയ്ക്കാനായിട്ട് തുടങ്ങി. നല്ല കറുപ്പ് നിറമുണ്ടെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ എനിക്ക് മാത്രമല്ല, ഇവിടെ തേച്ചവർക്കെല്ലാം അങ്ങനെ തന്നെ. ഞാനാണെങ്കിൽ ഡെയിലി തേക്കാറില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ തേക്കും. അങ്ങനെ ആകെ 3 പ്രാവശ്യമേ തേച്ചുള്ളൂ. അപ്പോഴത്തേക്ക് ഒത്തിരി ചേഞ്ചസ് കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എണ്ണ കാച്ചാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം ഒന്ന് ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചു. അപ്പോൾ അതിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് എത്രയാണോ എണ്ണ ആവശ്യമുള്ളത് അത് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 1/2 ലിറ്ററോളം ഉണ്ട്. എനിക്ക് ഈ ബോട്ടിലിൽ കൊള്ളണം കേട്ടോ. ഞാൻ ഇതിനകത്താണ് കാച്ചി വയ്ക്കുന്നത്. അപ്പോൾ അതിനൊരു ബോട്ടിൽ എണ്ണ എടുത്തിട്ട് ഞാൻ 1/2 ലിറ്റർ എണ്ണയുണ്ട്. ഞാൻ 1 ലിറ്റർ വാങ്ങിച്ചതിനകത്ത് പകുതിയായി കണ്ടോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ റോസ്മേരിയാണ്. റോസ്മേരി ലീഫ് ഇത് ഡ്രൈ ആണ് കേട്ടോ. അപ്പം ഞാനിത് 100 ഗ്രാം വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. കുറേശ്ശെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യമേ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് ഇതിനകത്ത് ഇടുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തയായിട്ട് കറിവേപ്പിലയാണ്. ഒരു 3-4 തണ്ട് കറിവേപ്പിലയുണ്ട്. അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പിടിച്ച കറിവേപ്പില. അപ്പോൾ അതിനകത്ത് വിഷമൊന്നുമില്ല. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഈ എണ്ണയ്ക്കകത്ത്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാം. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 20-25 മിനിറ്റ് ഇങ്ങനെ നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ഇതിൻ്റെ സത്തൊക്കെ ഇതിനകത്ത് ഇറങ്ങും. റോസ്മേരി ലീഫിൻ്റെയും ഈ കറിവേപ്പിലയുടെയൊക്കെ സത്ത് ഇതിലിറങ്ങും കേട്ടോ. അപ്പോൾ ഈ എണ്ണയ്ക്ക് ഒരു കളർ ചേഞ്ചൊക്കെ ഉണ്ടാവും. ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ വരും. ഇത് നല്ലൊരു മണവുമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ വെള്ളം തിളച്ച് ഇതിലേക്ക് കയറാതെ നോക്കണം കേട്ടോ. വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വെച്ച് കൊടുക്കാവും. അങ്ങനെ വെള്ളം കയറത്തില്ല, എന്നാലും നമ്മളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത് വെച്ചപ്പോൾ ഉള്ള കളറല്ലേ ഇതിനുണ്ടോ, കളർ വ്യത്യാസമൊക്കെ വന്നു. പിന്നെ ആദ്യമേ കുറച്ച് പതയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പതയൊക്കെയാണ് വറ്റിയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒന്ന് തണുത്തിട്ട് വേറൊരു കുപ്പിയിലേക്ക് അരിച്ചൊഴിച്ചാൽ മാത്രം മതി കേട്ടോ. കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ. നല്ലൊരു മണവുമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് തണുത്ത് വരട്ടെ. നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നേരിയ ഗോൾഡൻ കളറാണ് ഇതിന്, ഈ എണ്ണയ്ക്ക്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഗുണങ്ങൾ കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 താരം മാറും, 2 മുടിക്ക് കറുപ്പ് നിറം, 3 മുടി വളരും. ഷുവറാണ്. ഞങ്ങളതെല്ലാം തേച്ച് നോക്കി. അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുമാണിത് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു.